WCCക്കെതിരെ വിമർശനവുമായി നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി. WCC രൂപീകരിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് സംഘടനാപരമായി അവരുടെ അടുത്ത ചുവടുവയ്പ് എന്തായിരുന്നുവെന്ന് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു. നല്ല സ്വാധീനമുള്ള കഴിവ് തെളിയിച്ച നടിമാരുടെ കൂട്ടായ്മയാണ് WCC. അവർ വിചാരിച്ചാൽ പല കാര്യങ്ങളിലും ഇടപെടാൻ സാധിക്കുമായിരുന്നുവെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്ത സ്ത്രീകളോട് എന്താണ് കമ്മിറ്റി ചോദിച്ചതെന്ന് താൻ തിരക്കിയിരുന്നുവെന്നും ലൈംഗിക ചൂഷണം ഉണ്ടായോ എന്നായിരുന്നു ചോദ്യമെന്നും ലൈംഗിക ചൂഷണം മാത്രമല്ല അടിസ്ഥാന സൗകര്യം മുതൽ സുരക്ഷിതത്വം വരെ ആവശ്യമുണ്ട്, പക്ഷെ ഇതൊന്നും ചോദിച്ചില്ല എന്നും ഇതാണ് ചോദിച്ചതെന്ന് മോഹൻലാൽ വരെ ഓപ്പണായി പറഞ്ഞല്ലോ എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. സ്ത്രീ കൂട്ടായ്മയല്ല, സ്ത്രീ സംഘടനയാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. അടിസ്ഥാന വർഗ തൊഴിലാളികൾ മുതൽ അതിലുണ്ടാകണം. WCC രൂപീകരിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് സംഘടനാപരമായി അവരുടെ അടുത്ത ചുവടുവയ്പ് എന്തായിരുന്നു? ഇന്നും ഇവിടെയുള്ള സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ഒരിടമില്ല എന്നും WCCക്ക് പലതും ചെയ്യാൻ പറ്റും. അവർ ഇവിടുത്തെ നായികമാരാണ്. WCCയിലെ അംഗങ്ങൾ നല്ല സ്വാധീനമുള്ളവരാണെന്നും കഴിവ് തെളിയിച്ച് മാർക്കറ്റിംഗ് വാല്യുള്ള സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുമായിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. പക്ഷെ അവർ ഒരു തുമ്പേ പിടിച്ചിട്ടുള്ളൂ. ഇനിയും അവർക്ക് സമയമുണ്ട്. അവർ വിചാരിച്ചാൽ ഇവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും താൻ ഇതിന്റെ ഭാഗമായിരിക്കില്ലെങ്കിൽ കൂടി അവരെ പിന്തുണയ്ക്കുമെന്നും താരം വ്യക്തമാക്കി. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ വിഷയങ്ങൾ കുറെ കൂടിയൊക്കെ ഭംഗിയായി ഡീൽ ചെയ്യാൻ അവർക്ക് സാധിച്ചേനെയെന്നും അത്രയേറെ സ്വാധീനമുള്ള ഈ മേഖലയെ ഭരിക്കുന്നവരാണതെന്നും പല വിഷയത്തിലും അവർ അഭിപ്രായം പറയില്ല, നടിയുടെ വിഷയത്തിൽ പോലും അവർ സംസാരിച്ചിട്ടില്ല എന്നും സംഘടനയിലെ ഭൂരിഭാഗം സ്ത്രീകളും മൗനത്തിലായിരുന്നുവെന്നും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ശബ്ദത്തിന് കുറെ കൂടി ശ്രദ്ധ കിട്ടും, ഗൗരവം കിട്ടും, അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായിരിക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കാണെന്നും താരം പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫോക്കസ് മാറിപ്പോയി. സിനിമാ മേഖലയെ അടച്ചാക്ഷേപിക്കുന്ന അവസ്ഥയാണ് നടക്കുന്നത്. നടി രാധികയെ പോലെയുള്ളവരൊന്നും അവർ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ സംസാരിക്കരുതെന്നും, കാരണം അവർ എല്ലാ രീതിയിലും സ്വാധീനമുള്ള വ്യക്തിയാണ്. രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സിനിമ ടെലിവിഷൻ മേഖലയിലുമൊക്കെ സ്വാധീനമുള്ളയാളാണെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. എന്തുകൊണ്ട് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചത് താൻ എന്തിനു ചെയ്യണമെന്നാണ്. ഇത് പറഞ്ഞ അവർ സ്ത്രീ വിരുദ്ധയല്ല, പക്ഷെ താൻ സ്ത്രീ വിരുദ്ധയാകുന്നു എന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു. ഷൈൻ ടോം ചാക്കോ പറയുന്ന സ്ത്രീ വിരുദ്ധതയൊക്കെ ആളുകൾ ആസ്വദിക്കുന്നുണ്ട്. അലൻസിയർ പറഞ്ഞപ്പോൾ WCC ഒന്നും മിണ്ടിയില്ല എന്നും അതെന്തുകൊണ്ടാണെന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു. സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം നായികയുടെ പാന്റ് പിടിച്ചിടുന്നുവെന്ന് പറഞ്ഞ് വിവാദമാക്കിയവരാണ് WCC അംഗങ്ങൾ. അലൻസിയർ അവാർഡ് വിവാദത്തിൽ WCC പക്ഷേ പ്രതികരിച്ചിട്ടില്ല എന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.